Hello all, welcome to our YouTube channel PSC Knowledge Hub. ഒരു PSC തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ടോപ്പിക് വൈസായിട്ട് PSCയുടെ സിലബസ് കവർ ചെയ്യുക എന്നുള്ള തരത്തിൽ ഉദ്ദേശത്തോടെയാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. PSCയുടെ സിലബസിൽ എല്ലാ തരത്തിലുള്ള എക്സാമിനേഷൻസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓരോ ടോപ്പിക്കാണ് ഇതിലൂടെ കവർ ചെയ്യുന്നത്. PSC ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ വരവ് എന്നുള്ളതാണ്. ഡിഗ്രി പ്രിലിംസ് ആയാലും 10th ലെവൽ പ്രിലിംസ് ആയാലും 12th ലെവൽ പ്രിലിംസ് ആയാലും എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് യൂറോപ്യന്മാരുടെ വരവ് എന്നത്. ആദ്യം തന്നെ യൂറോപ്യന്മാരുടെ വരവ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു കോഡുണ്ട്, അതാദ്യം തന്നെ പരിചയപ്പെടുത്താം. കോഡ ബീഫെ, അതായത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഈ ക്രമത്തിലാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആദ്യമായിട്ട് കച്ചവടത്തിനായിട്ട് കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരെ കുറിച്ച് പഠിക്കാം. പോർച്ചുഗീസുകാരെ ആണ് ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് ഒരു പുതിയ കടൽ മാർഗ്ഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കാരണമാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കടൽ മാർഗ്ഗം ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യന്മാർ വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ്. 1497 തുടങ്ങിയ ഈ യാത്ര 1498 മെയ് 20 ഇന്ത്യയിലെത്തി അവസാനിച്ചത്. മാനുവൽ I എന്നറിയപ്പെടുന്ന പോർച്ചുഗീസ് രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. കാപ്പാട് എന്ന സ്ഥലം എല്ലാവർക്കും അറിയാം. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലമാണിത്. ഈ സ്ഥലം കോഴിക്കോട് ജില്ലയിലാണുള്ളത്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ എന്നായിരുന്നു. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ 3 കപ്പൽ വ്യൂഹമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സെൻറ്റ് ഗബ്രിയേൽ, വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ, പിന്നെ സെൻറ്റ് റാഫേൽ, ബെറിയോ എന്ന 2 കപ്പലുകൾ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് 1498 മെയ് 20 പിന്നെ വാസ്കോ ഡ ഗാമ തിരിച്ച് ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയിരുന്നു 1499. ഇതിൽ എപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ വർഷം. വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം 1498 മെയ് 20. എത്തിച്ചേർന്ന സ്ഥലം കാപ്പാട്. ഇത് എപ്പോഴും ചോദിച്ച് കാണുന്നൊരു ചോദ്യമാണ്. പിന്നെ രണ്ടാമതും ഇന്ത്യയിലേക്ക് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നിരുന്നു 1502 അത്. പിന്നെ അതിനുശേഷം മൂന്നാമതായി വന്നത് 1524. ഇതാണ് വാസ്കോ ഡ ഗാമയുടെ അവസാനത്തെ വരവ്. ഇന്ത്യയിലേക്ക് അവസാനമായിട്ട് വന്നത് 1524 പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. 1524 എത്തിച്ചേർന്ന വാസ്കോ ഡ ഗാമ ഡിസംബർ 24 അന്തരിക്കുകയും ചെയ്തു. ആദ്യം കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. അതിനുശേഷം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. 1539 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അധിപൻ എന്ന് വാസ്കോ ഡ ഗാമയെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഈ മാനുവൽ I ഇന്ത്യയിലേക്ക് അയച്ചത്. അദ്ദേഹം തന്നെയാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അധിപൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത്. 1539 പോർച്ചുഗലിലേക്ക് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അത് അടക്കം ചെയ്ത പള്ളി ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബണിലുള്ള ഒരു പള്ളിയാണത്, ജെറോണിമസ് കത്തീഡ്രൽ. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വാസ്കോ ഡ ഗാമ എന്ന പേരിൽ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ഗോവ സംസ്ഥാനത്തിലാണുള്ളത്. ഇനി പോർച്ചുഗീസ് സഞ്ചാരി
ഒരു പോർച്ചുഗീസ് സഞ്ചാരി കരമാർഗ്ഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കരമാർഗ്ഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ. പിന്നെ ശുഭപ്രതീക്ഷ മുനമ്പ് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് ആഫ്രിക്കയിൽ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അത് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ് ആണ്. പിന്നെ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം പോർച്ചുഗീസ് നാവികൻ ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരിസ് കബ്രാളാണ്. ഈ പെഡ്രോ അൽവാരിസ് കബ്രാൾ കൊച്ചിയിലൊരു പണ്ടകശാല നിർമ്മിക്കുകയുണ്ടായി. 1500 ഈ പെഡ്രോസ് അൽവാരിസ് കബ്രാൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരിസ് കബ്രാൾ 1500 എത്തിച്ചേരുന്നത്. ഇനി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അത് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലം അറിയപ്പെടുന്നത്. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയം, നീലജല നയം എന്നാണ് എന്നറിയപ്പെടുന്നത്. ബ്ലൂ വാട്ടർ പോളിസി, അതായത് ഒരു നാവികപ്പടയുടെ ശക്തി ആർജിച്ചിട്ട് നമ്മുടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ചിട്ട് അതിലൂടെ പോർച്ചുഗീസ് വ്യാപാരം വളർത്തിയെടുക്കുക. അതാണ് ഈ നീലജല നയത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. അത് ഏർപ്പാടാക്കിയത് ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന പോർച്ചുഗീസ് വൈസ്രോയിയാണ്. പിന്നെ വന്ന രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. 1505 മുതൽ 1509 വരെയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ കാലം. പിന്നീടുള്ള കാലം അൽബുക്കർക്കിൻ്റെയാണ്, 1509 മുതൽ 1515 വരെ. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൽ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഈ അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ഈ അൽബുക്കർക്കായിരുന്നു. പിന്നെ കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയും ഈ അൽബുക്കർക്കായിരുന്നു. അതുപോലെ പോർച്ചുഗീസിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. അതുപോലെ കണ്ണൂരിലെ അൽമേഡയെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അത് അൽമേഡ ആയിരുന്നു കേട്ടോ. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് മാനുവൽ കോട്ട, പ്രധാനപ്പെട്ട ഒന്നാണ് മാനുവൽ കോട്ട. ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. കൊച്ചിയിലാണ് ഇത് നിർമ്മിച്ചത് 1503. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട എന്നറിയപ്പെടുന്നത്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകളിലൊക്കെ ഈ കോട്ട അറിയപ്പെടുന്നുണ്ട്. അൽബുക്കർക്ക്, രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായ അൽബുക്കർക്കാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. പിന്നീട് പോർച്ചുഗീസുകാർ ചാലിയം കോട്ട നിർമ്മിച്ചിരുന്നു 1531. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായിട്ടാണ് ഈ ചാലിയം കോട്ട നിർമ്മിച്ചത്. ആ ചാലിയം കോട്ട നിർമ്മിച്ച ഗവർണർ എന്ന് പറയുന്നത് നുനോഡ കുൻഹയാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ഈ ചാലിയം കോട്ട അറിയപ്പെടുന്നത്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി, ചാലിയം കോട്ട അറിയപ്പെടുന്നത്. കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ഈ ചാലിയം കോട്ട തകർത്തത്. അപ്പോൾ ഖാസി മുഹമ്മദ് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. ഈ ചാലിയം കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരു അറബി കാവ്യം എഴുതിയിരുന്നു. ഫത്ഹുൽ മുബീൻ എന്ന് പറഞ്ഞ ഒരു അറബി കാവ്യം എഴുതിയിരുന്നു. അതിനുശേഷം കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവയൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലാണ് ഉള്ളത്. ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത്. പിന്നീട് അത് തിരിച്ചു കൊണ്ടുപോവുകയുണ്ടായി. അത്
പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പണി കഴിപ്പിച്ചതാണ്. പിന്നെ ഇന്ത്യയിലെ ഒരു വാസ്തുവിദ്യാ ശൈലി പരിചയപ്പെടുത്തുണ്ടായി, അതാണ് ഗോതിക് ശൈലി. ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഗോതിക് ശൈലിയിലാണ്. പിന്നെ കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയൊരു കൊട്ടാരമുണ്ട്. അതാണ് മട്ടാഞ്ചേരി പാലസ്. 1555 അത് നിർമ്മിക്കുന്നത്. ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കി പണിതു. വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണെങ്കിലും അത് ഡച്ചുകാർ പുതുക്കി പണിതപ്പോൾ അത് ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെട്ടിരുന്നു. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. പ്രധാനപ്പെട്ട ഒരു കലാരൂപമുണ്ട് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിച്ചത്, ചവിട്ടുനാടകം. കാസർഗോഡ് ഭാഗത്തൊക്കെ ഇത് വളരെ അധികം കാണപ്പെടുന്നുണ്ട്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പിന്നീട് 2 സന്ധികളെ കുറിച്ച് പറയാനുണ്ട്. ഒരു കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയും. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് 1513 പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് 1540 ഈ 2 സന്ധികളും പ്രധാനപ്പെട്ടതാണ്. കണ്ണൂർ സന്ധി 1513, പൊന്നാനി സന്ധി 1540. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ ഈ ചാലിയൻകോട്ട തകർത്തു എന്ന് പറഞ്ഞു. ചാലിയൻകോട്ടയെ എന്താണ് വിശേഷിപ്പിച്ചത്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന്. കുഞ്ഞാലി മരക്കാർ 4ാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു 1600. അതായത് സാമൂതിരിയുടെ സമ്മതത്തോടു കൂടിയാണ് കുഞ്ഞാലി മരക്കാർ 4ാമനെ യുദ്ധത്തിൽ പിടികൂടി ഗോവയിൽ കൊണ്ടുപോയി വധിച്ചതും. പിന്നെ മൃതദേഹം വെട്ടിനുറുക്കി പല കഷ്ണങ്ങളാക്കി പല സ്ഥലങ്ങളായി പ്രദർശിപ്പിച്ചു, അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് വാക്കുകൾ പോർച്ചുഗീസുകാരിൽ നിന്ന് നമുക്ക് മലയാളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത, റാന്തൽ, ബിജാഗിരി, അലമാര, ചായ, മേസ്തിരി, കുശ്നി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ എന്ന് പറഞ്ഞിട്ടൊരാൾ, ഒരു സാഹിത്യകാരൻ, കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട്, തുഹ്ഫത്തുൽ മുജാഹിദീൻ. അത് അറബി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ആദ്യമായിട്ട് എത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത് ഡച്ചുകാരാണ്. അവരെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ഒന്നുകൂടി പറയാം. ആദ്യമായിട്ട് എത്തിയത് പോർച്ചുഗീസുകാർ. ആദ്യമായിട്ട് വന്ന കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമ. 1498 മെയ് 20 കാപ്പാട് വന്നിറങ്ങുകയാണ് ചെയ്തത്. ലിസ്ബണിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അതിനുശേഷം സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വന്നത്. 1499 തിരിച്ചു പോവുകയുണ്ടായി. പിന്നീട് 1502 വന്നു, 1524 വന്നു. 1524 പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വന്നത്. സെൻറ്റ് ഫ്രാൻസിസ് ഡിസംബർ 24 മരിച്ചു. 1524 ഡിസംബർ 24 മരിച്ചു. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്തു. 1539 തിരിച്ച് പോർച്ചുഗലിലേക്കും കൊണ്ടുപോയി. അദ്ദേഹത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു മാനുവൽ രാജാവ്. പിന്നീട് ഗോവയിൽ വാസ്കോ ഡ ഗാമ എന്ന പേരിലൊരു സ്ഥലമുണ്ട്. കരമാർഗ്ഗ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്ന ആദ്യ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോവിൽഹയാണ്. പിന്നീട് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നീലജല നയം ആവിഷ്കരിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ശക്തമായ നാവികപ്പടയെ വളർത്തിയിട്ട് സമുദ്ര മേധാവിത്വം ഉറപ്പുവരുത്തുക എന്നതാണ് നീലജല നയം എന്നത് ലക്ഷ്യമാക്കുന്നത്. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. കൊച്ചിയിലാണ് ഇത് നിർമ്മിച്ചത്.
പിന്നീട് ചാലിയം കോട്ട, അത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് അറിയപ്പെടുന്നത്. കുഞ്ഞാലി മരയ്ക്കർ മൂന്നാമനാണ് അത് തകർത്തത്. അവരുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടായിരുന്നു നിർമ്മിച്ചത്. മൂന്നാമൻ അത് തകർത്തു. പിന്നീട് കണ്ണൂർ സന്ധി, പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് 1513 പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം 1540. ബാക്കി ഡച്ചുകാരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.